എന്താ ആകെ ഒരു അസ്വസ്ഥത? ഒന്നുമില്ല, നീ പോയെ. മെർലിൻ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്തിന്? നീ ദേഷ്യപ്പെടണതിന്? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് മെർലിൻ അറിയാം, അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്ത്. പിന്നെ നീ അവളുടെ അടുത്ത് പോയി സത്യം ചെയ്തത് തെറ്റിച്ചാ അതുകൊണ്ടല്ലേ അവള് ബ്രേക്കപ്പ് ആയത്. എടാ, മെർലിൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ നിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ, അതായത് ഇപ്പൊ ബാലു അങ്കിളിനെ പോലെ, നിന്റെ അച്ഛനെ പോലെ ടെമ്പർ തെറ്റിയിട്ടുള്ള ഒരു സ്വഭാവം നിനക്ക് പലപ്പോഴും ഉണ്ട്. നീ പോയെ. കേശു, ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ അവിടെ നിൽക്കുന്നത്. എടാ, നീ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ലൊരാളാണ്. നീ നിന്റെ ദേഷ്യവും അടിയും പിടിയും വഴക്കും ഇതൊക്കെ ഒന്ന് കുറച്ചാൽ മതി. എടാ, മെർലിൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. സത്യം പറയടാ, നീയല്ലേ അവളോട് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തേ? എടാ, ഞാൻ നിന്നെ പറ്റി എന്തുമാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ നീ ഇവിടെ കാത്തു നിൽക്കുന്ന പോലെ മെർലിൻ വരാനാണെന്ന് എനിക്കറിയാം. പക്ഷെ 99.999% അവൾ വരാൻ പോകുന്നില്ല. നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നെ കുറിച്ച്. നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാത്രം. പിന്നെ പണ്ടുണ്ടാക്കിയ ചില അടിയന്റെ പറ്റി ഞാൻ കുറച്ച് നറേറ്റ് ചെയ്തു, ഇച്ചിരി. ഓ, അപ്പോ നീയാണ് നരേറ്റ് ചെയ്തത് അല്ലേ? എന്താ വാച്ചൊക്കെ വരുന്നേ? എടാ, കയ്യില് കുറെ നേരം വാച്ച് കെട്ടിട്ട് ഇങ്ങനെ വിയർക്കണം. അപ്പൊ അങ്ങനെ ഊരിട്ടെ പോക്കറ്റ് വെക്കും. ഞാൻ ഊരണോ? നീ വേണമെങ്കിൽ ഊരാ. ഞാൻ ഊരാ. ഊരിക്കോ ഇങ്ങോട്ട്. സത്യം കേട്ടോ, വേർക്കുന്നല്ലേ? അവന്റെ സീരിയസ് ആയിട്ടല്ല, പിന്നെ അവൻ ഇങ്ങനെ വീണപ്പോളേ ഞാൻ ഇങ്ങനെ പിടിച്ചേൽപ്പിക്കാൻ സത്യോടെ ഇടിക്കൂലായിരുന്നു. ഇടിക്കൂലായിരുന്നു. ഞാൻ വന്നോണ്ട് അവന്റെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ താനവനെ കൊന്നേനെ. ചുമ്മാ കാര്യങ്ങൾ എക്സാജറേറ്റ് പറഞ്ഞല്ലേ, കേട്ടല്ലേ? എന്റെ മനസ്സേ ഒന്ന് മാറി വന്നായിരുന്നു. ഇത് കണ്ടോടെ എല്ലാം കഴിഞ്ഞു. ഇന്ന് വന്നെന്തായാലും നന്നായി, ഇല്ലെങ്കിൽ സീനെ മിസ്സായേനെ. താനെ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. എന്തായാലും എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഒരു ഗുണ്ടയാവാൻ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോണ്, അല്ലെങ്കിൽ എന്നെ എടുത്തിട്ടിരിക്കും. അയ്യോ സൈക്കോ. മെർലിനെ, നീ ഞാൻ പറയണ കേള്. ഒന്നാമത് എനിക്ക് എന്റെ സമാധാനം തെറ്റിയിരിക്കുകയാണ്. നമ്മള് സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ വേണം പ്രതികരിക്കാൻ. പിന്നെ തിന്മയ്ക്കെതിരെ പോരാടാൻ തന്നെ സൂപ്പർമാനാ. കേശുയുടെ ഭയങ്കര കൾച്ചറില്ലാതെയാണ് സംസാരിക്കുന്നേ. ഓ തന്നെ, നമ്മള് കൾച്ചറില്ലാത്തവർ തന്നെ. നമ്മള് സാധാരണക്കാരാണ്, നിങ്ങൾ മറ്റേ കൊമ്പത്തെ ആൾക്കാരാണല്ലോ. നമ്മുടെ അച്ഛൻ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് കേട്ടാ. ആ മനുഷ്യനെ കുറെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ സംസാരമല്ല, അച്ഛന്റെ സംസാര രീതി മാത്രമല്ല, അച്ഛന്റെ പഴയ ഗുണ്ടായിസം തന്നെ നല്ല പോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നീ എന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കാല് പിടിക്കുക ദയവേത്. വേണ്ട, എന്റെ കാല് വരെ നിലത്തടിക്കാനല്ലേ ഞാൻ പോണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.